നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ആദ്യം മോചിപ്പിച്ച 3 ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് സായുധ സംഘത്തിൻ്റെ ആക്രമണം തുടങ്ങിയത്. ജനുവരി 15 ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിക്കുകയും ഇന്നലെ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതേസമയം ഹമാസ് മോചിപ്പിച്ച 3 പേരും ഇന്നലെ ജന്മനാട്ടിൽ തിരിച്ചെത്തി. ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയ യുവതികളെ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 9:30 ഇസ്രായേൽ അതിർത്തിയിലെത്തിച്ചത്. തുടർന്ന് ടെൽ അവീവിലെത്തിക്കുകയായിരുന്നു ബന്ദികളെ. ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയ വാർത്ത അറിഞ്ഞതോടെ ഇസ്രായേലിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. വെടിനിർത്തലിന് പിന്നാലെ തകർന്നടിഞ്ഞ നാട്ടിലേക്ക് പലസ്തീൻകാരുടെ കൂട്ടപ്രവാഹം. തിരിച്ചെത്തിയവർ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തി. സൈന്യം ഒഴിഞ്ഞുപോയ പട്ടണങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നഷ്ടമായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിലാണ് ചിലർ. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഹമാസിൻ്റെ ഉന്നത നേതാവടക്കം 46,913 പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 11,750 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 23 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്തു. അതേസമയം ഗാസയിലെ യുദ്ധത്തിൽ 400 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ കണക്ക്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 സ്ഥാനാരോഹണം. തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി കമല ഹാരിസിനെ തോൽപ്പിച്ചാണ് ട്രംപ് 2ാം തവണയും പ്രസിഡന്റായത്. കാലാവസ്ഥ കണക്കിലെടുത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ക്യാപിറ്റൽ മന്ദിരത്തിലേക്ക് മാറ്റി. വാഷിംഗ്ടണിൽ -6°C താപനില താഴുന്നതിനാലും നാളെ വാഷിംഗ്ടണിൽ -12°C തണുപ്പ് പ്രവഹിക്കുന്ന സാഹചര്യത്തിലുമാണ് ഈ അസാധാരണ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ഇന്നലെ ചർച്ചയ്ക്കെടുക്കാനിരിക്കെ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പോലീസ് കേസെടുത്തു. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരടക്കം 45 പേരാണ് പ്രതികൾ. നഗരസഭയിലെ CPM കൗൺസിലർ കലാരാജുവിൻ്റെ കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ തന്നെ CPM തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് കലാരാജു. തൻ്റെ കാറിൽ കുടുങ്ങിയപ്പോൾ വെട്ടിത്തരാമെന്ന് മകനേക്കാൾ പ്രായം കുറവുള്ള CPM പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് കലാരാജുവിൻ്റെ പ്രതികരണം. വാഴ്ത്തുപാട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി K. സുധാകരൻ രംഗത്ത്. പുകഴ്ത്തും പാട്ട് കേട്ട് കയ്യും വീശി ആ വഷളം നടന്നില്ലേ